അൽഫാമിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് പെരി പെരി അൽഫാമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഏത് ടൈപ്പിൽ അൽഫാമാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പം ഈ ഒരു പെരി പെരി അൽഫാം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ മുഴുവൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്ത് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. തൊലിയുള്ളതും എടുക്കാം, തൊലി ഇല്ലാത്തതും എടുക്കാം. ഞാൻ അപ്പോൾ തൊലി ഇല്ലാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിതുപോലെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ച് പരത്തിയെടുക്കണം കേട്ടോ. അത് പരത്തിയെടുക്കണം. അതിനുശേഷം കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. മസാലയ്ക്കുള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത്. വലിയ പീസസ് എല്ലാം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ 4 പീസും ഇതേപോലെ തന്നെ അടിച്ചിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇങ്ങനെ സോഫ്റ്റായിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ, അത് പൊടിഞ്ഞു പോകരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു മസാലക്കൂട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം കേട്ടോ, പച്ചമല്ലി. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക്, അതേപോലെ തന്നെ വലിയ ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീവ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഗ്രാമ്പു, 2 ഏലക്കായ, പിന്നെ ഒരു വലിയ പീസ് പട്ട കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് വറ്റൽമുളകാണ്. ഒരു 3 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കരിഞ്ഞു പോവേണ്ട, ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാർ, തണുത്തതിന് ശേഷം കേട്ടോ, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു പച്ചമസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതും ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയുടെ പകുതി, എല്ലാം പകുതി മതി കേട്ടോ, ചെറിയ തക്കാളിയുടെ പകുതി മതി. പിന്നെ വെളുത്തുള്ളി 7 അല്ലിയും ഇഞ്ചി ഒരു വലിയ പീസും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പുതിനയിലയും മല്ലിയില ഒരു 1/2 കപ്പും പുതിനയില ഒരു 1/4 കപ്പും എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ, വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് നാരങ്ങനീര് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം പൊടിച്ചെടുത്തിട്ടുള്ള പൊടികളുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തക്കാളി, സവാള, മല്ലിയില ഒക്കെ ചേർത്ത് അരച്ചെടുത്തില്ലേ, ആ ഒരു മസാല കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കതിലേക്ക് പിന്നെ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയായിട്ട് ചേർക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം, ഓപ്ഷണലാണ്. നമ്മളിപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ട് തന്നെ ഫുഡ് കളർ ചേർക്കുന്നില്ല കേട്ടോ, അത്രയും കളർ മതി എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ, ഞാൻ പറയുന്നതിനനുസരിച്ച്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നുണ്ട്, അത്രയും നല്ലതാണ് കേട്ടോ, അത്രയും മസാല പിടിച്ചോളും. ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. തലേന്ന് രാത്രിയാണ് വെക്കുന്നത്, പിറ്റേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട്. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ ഓവനിലാണ് ഇത് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവൻ്റെ ഗ്രില്ലിൻ്റെ ട്രേ എടുത്തിട്ടുണ്ട്, അതിലിത് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഓവൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേവുവോളം ഒന്ന് അടച്ചു വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ, നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ. 200 ഡിഗ്രി സെൽഷ്യസിൽ ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവനിൽ 40 മുതൽ 45 മിനിറ്റ് വരെയാണ് ഇത് കുക്കിംഗ് ടൈം എടുക്കുക. അതവിടെ കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മുകളിൽ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള പെരി പെരി അൽഫാമാണല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ ഒരു പാനിലിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചില്ലി ഫ്ലേക്സ് ഒരു 5 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവേണ്ട, ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിലിടണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇത്രയും ആയാൽ മതി. ഇതാണ് നമ്മുടെ മുകളിൽ പുരട്ടി കൊടുക്കാനുള്ള ഒരു സോസ്. ഇനി നമ്മുടെ അൽഫാമൊക്കെ 40-45 മിനിറ്റ് ആയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, കുക്കായിട്ടുണ്ടോയെന്നൊക്കെ. ഏകദേശം കുക്കായി എന്ന് കണ്ടാൽ അതിൻ്റെ മുകളിലായിട്ട് ഇത് പുരട്ടി കൊടുക്കാം. 2 സൈഡിലും പുരട്ടി കൊടുത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഇത് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി.
ഓവളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പുറത്തേക്ക് എടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ. കൈ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാനിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ, പാനിലാണെങ്കിൽ തന്നെ ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഭാഗത്താക്കിയിട്ട് 5 മിനിറ്റ് ആക്കി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുക്കുക. എന്നിട്ട് മറ്റേ സൈഡും തിരിച്ചിട്ടെടുത്തിട്ട് ആ ഭാഗത്തേക്കും ഈ ഒരു മസാല പുരട്ടി കൊടുക്കുക. 2 സൈഡും 5 മിനിറ്റ് കൂടെ 5 മിനിറ്റ് വീതം വീണ്ടും ഒന്ന് കുക്കാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല കൂടെ ചേർക്കുമ്പോഴാണ് ഈ ഒരു അൽഫാമിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാനെല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് സ്മോക്ക് എഫക്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചാർക്കോൾ കത്തിച്ചിട്ട് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഒരു 4 പീസും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കിയിട്ട്, നമുക്കറിയാമല്ലോ സ്മോക്ക് എഫക്റ്റ് എങ്ങനെ കൊടുക്കാമെന്ന്. നന്നായിട്ട് പുറത്തേക്ക് എയർ കിടക്കാത്ത പാത്രം കൊണ്ട് മൂടി വെച്ചിട്ടാണ് ഇത് സ്മോക്ക് എഫക്റ്റ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ വിട്ടുപോയതാണ് കേട്ടോ, ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡിലീറ്റ് ആയി പോയതായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്താലേ കറക്റ്റ് അൽഫാമിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല, എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കേണ്ട റെസിപ്പി ആട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഉണ്ടാക്കി നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്